അതെ, ഇന്നൊരു കുഞ്ഞു ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. ഇതെൻ്റെ സിസ്സാണ്. ആള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടുക്കല്ലേടി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ആ കാണുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്തപ്പോഴാണ് ആൾ മീശ വരച്ചത് എങ്ങനെയാണെന്ന് കണ്ടത്. ചിരിച്ചൊരു വകയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്നവരും പോണവരും കുട്ടികളും വലിയവരും ഒക്കെ അവളെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു. മീശ വരയ്ക്കേണ്ടെന്ന് ഒരുപാട് അവൾ പറഞ്ഞെങ്കിലും അതില്ലാതൊരു ലുക്ക് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് വരപ്പിച്ചു. കുട്ടികളൊക്കെ കളിയാക്കുന്നുണ്ട്. വിളിച്ചോണ്ട് പോടി എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അനിയനാണ് കേട്ടോ. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ളവരുടെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിലുള്ള എല്ലാവരും കൂടി തന്നെയാണ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് 17ൻ്റെ പൂങ്കരളയും തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു. പാട്ട് ഇട്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ പിന്നെ വോയിസ് ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തത്. ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് ഡാൻസുകളൊക്കെ എൻ്റെ അമ്മയും അനിയത്തിയും കൂടിയാണ് കേട്ടോ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത്. ഇതുവരെ സ്റ്റേജ് കയറാത്ത അമ്മമാർക്കൊക്കെ ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു കിട്ടി. അമ്മയും അനിയത്തിയും അനിയത്തിയുടെ കുട്ടിയൊക്കെ ഒട്ടുമിക്ക പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ നല്ലപോലെ സൈഡായി ഉണ്ടായിരുന്നു. കാരണം പനിയും കോൾഡും ഒക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ. എൻ്റെ സൗണ്ടൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. തിരുവാതിര മുതൽ ഒപ്പന, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ്. അവളും 1-2 പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആക്റ്റീവാണ് ആൾ. കുട്ടികളുടെ വീഡിയോസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അവരുടെ ക്യൂട്ട് മൊമെൻറ്റ്സും എക്സ്പ്രഷൻസൊക്കെ നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അത്യാവശ്യം എടുക്കുന്നുണ്ടായിരുന്നു. കഴിയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി വന്ന് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. 2025 പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞൊരു ഇയർ ആയിരുന്നു കേട്ടോ. ഈ ഒരു 2026 എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ. നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.